ഓപ്പറേഷൻ സിന്ദൂറിനെ പരിഹസിച്ച് മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോലെ. ഓപ്പറേഷൻ സിന്ദൂറിനെ കുട്ടികൾ കളിക്കുന്ന വീഡിയോ ഗെയിമുമായാണ് നാനാ പട്ടോലെ താരതമ്യം ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂർ തട്ടിക്കൂട്ടി യുദ്ധമെന്ന് പറഞ്ഞ് രാജ്യത്തെ സൈനിക വിഭാഗങ്ങളെ അപമാനിച്ച കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പാത പിന്തുടരുകയാണ് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ. നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി. നന്ദഗോപൻ, നമുക്കറിയാം വിദേശ പര്യടന സംഘത്തിൽ സർവകക്ഷി സംഘമായിരുന്നു. കോൺഗ്രസ് നേതാക്കളടക്കം കോൺഗ്രസിന്റെ എംപിമാരടക്കം പോയി രാജ്യത്തിന് പുറത്ത് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി വിശദീകരിച്ച് തിരിച്ചു വരികയാണ്. അതേസമയം ഇത് ഇരട്ടത്താപ്പാണോ? ഇവിടെ മല്ലികാർജ്ജുൻ ഖാർഗെ ആ പാത പിന്തുടർന്ന് ഇപ്പോൾ കൂടുതൽ നേതാക്കൾ നാനാ പട്ടോലെ, എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ, മറ്റുള്ളവരുടെയും പ്രതികരണം? വീണ, മഹാരാഷ്ട്രയുടെ കോൺഗ്രസ് അധ്യക്ഷനാണ് നാനാ പട്ടോലെ. നാനാ പട്ടോലെ നേരത്തെയും വിവാദ നായകനാണ്. കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് തൻ്റെ കാലും ചെരുപ്പും കഴുകിച്ച സംഭവം വലിയ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും വലിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ നാനാ പട്ടോലെ തിരികൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മല്ലികാർജ്ജുന ഖാർഗെയുടെ പാത പിന്തുടർന്നുകൊണ്ട് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രാജ്യത്തെയും രാജ്യത്തിൻ്റെ സൈനിക ശേഷിയും ഒക്കെ തന്നെ അവമതിപ്പിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിലായി നാനാ പട്ടോളിൻ്റെ വാക്കുകളാണ് ശ്രദ്ധേയമായത്. നാനാ പട്ടോളി വ്യക്തമാക്കിയത് ഒരു കമ്പ്യൂട്ടർ റൂമിലിരുന്ന് വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പരാമർശമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഭാരതത്തിൻ്റെ സൈനിക ശേഷിയെ പൂർണ്ണമായും ഇകഴ്ത്തിക്കാട്ടുന്ന രീതിയിലുള്ള പരാമർശമാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വലിയ വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് സഖ്യകക്ഷിയായ NCP തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. നാനാ പട്ടോളിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് ശരിയായ പരാമർശമല്ല എന്നുള്ളതാണ് NCP അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. BJPയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാജ്യത്തെ അവമതിപ്പിക്കുവാൻ വേണ്ടി, രാജ്യത്തിൻ്റെ സൈനിക ശേഷിയെ അവമതിക്കുവാൻ വേണ്ടി, രാജ്യത്തെ ഇകഴ്ത്തിക്കാട്ടുവാൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി പത്രമാണ് നാനാ പട്ടോളിയുടെ വാക്കുകൾ എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്ദൂർ വെറും നിസ്സാരമാണ് എന്നുള്ള പരാമർശമായിരുന്നു മല്ലികാർജ്ജുന ഖാർഗെയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. തൊട്ടു പിന്നാലെ തന്നെ കർണാടകയിലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള കോദൂർജി മഞ്ജുനാഥും, അദ്ദേഹം MLA കൂടിയാണ്, കോദൂർജി മഞ്ജുനാഥിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ ഇകഴ്ത്തിക്കാട്ടുന്ന പരാമർശമുണ്ടായി. ഒപ്പം തന്നെ ജമ്മു കാശ്മീരിലെ കോൺഗ്രസ് നേതാവും ഒപ്പം തന്നെ സെൻട്രൽ കമ്മിറ്റി അംഗവുമായ, കോൺഗ്രസിൻ്റെ സെൻട്രൽ കമ്മിറ്റി അംഗവുമായ അഹമ്മദ് മിർ, അദ്ദേഹവും ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ അവമതിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തുകയുണ്ടായി. ഇങ്ങനെ നിരന്തരം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ അവമതിപ്പുണ്ടാക്കുന്നതും രാജ്യത്തിൻ്റെ സൈനിക ശേഷിയെ ഇകഴ്ത്തിക്കാട്ടുന്ന തരത്തിലുള്ള പരാമർശമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഓപ്പറേഷൻ സിന്ദൂറിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മഹാരാഷ്ട്രയുടെ കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോലെ. വീണ. ശരി നന്ദൻ, നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. पहले पाकिस्तान को बताया गया कि हम कौन से जगह में टारगेट कर रहे हैं, वहां से आपके लोगों को हटा दो. तो इसका मतलब है कि कंप्यूटर में जो छोटे बच्चे गेम खेलते हैं वो गेम खेला गया, और जो आतंकवादियों ने हमारी बहनों का सिंदूर छीना था उनके बारे में देश के प्रधानमंत्री ने क्यों नहीं बात रखी.